ദൈവരാജ്യത്തെ സ്വപ്നം കാണുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. വിത്തിന്റെ ഉപമയും കടുകുമണിയുടെ ഉപമയും. ഉപമയുടെ രൂപം പോലെ തന്നെ രാജ്യം അതിൻ്റെ രഹസ്യ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാത്തവരിൽ നിന്ന് മറഞ്ഞിരിക്കാം. എന്നാൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയും ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു വിളവെടുപ്പ്. ഒന്നാമതായി, ആദ്യത്തെ ഉപമയിലെ ഫലം കായ്ക്കുന്നതും വിതയ്ക്കുന്നവൻ്റെ ഉപമയിലെ രണ്ടാമത്തെ പ്രതിധ്വനി ദാവിലയിലെ വിതയ്ക്കൽ എന്നതും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ കൂടുതൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വചനം വിതയ്ക്കാനും ഈ വചനം വിതയ്ക്കുന്നത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണെന്നും വിതയ്ക്കുന്നവൻ എന്ന വാക്ക് രാജ്യത്തിൻ്റെ തന്നെ വിത്തും ആണ്. രാജ്യത്തിൻ്റെ ആദ്യ ഉപമ വീണ്ടും വിതയ്ക്കുന്നതിൻ്റെയും വിളവെടുപ്പിൻ്റെയും കഥയാണ്. വിതയ്ക്കാരൻ വിതയ്ക്കുകയും പിന്നീട് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നു. രാവും പകലും രാജ്യം പടിപടിയായി വളരുന്നു. ആദ്യം അദൃശ്യമായും, പിന്നീട് ഒരു തണ്ടിൻ്റെ രൂപത്തിലും, പിന്നീട് ഒരു തലയായും, പിന്നെ തലയിലെ മുഴുവൻ ധാന്യമായും. 4:29 ധാന്യം എന്ന പദം 4-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യത്തിലും കാണപ്പെടുന്നു. അവിടെ അത് ഫലം എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. ദൈവരാജ്യ അനുഭവത്തിൻ്റെ 1-ാം തലം ഇവിടെ. വിത്ത് വിതച്ചവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ദൈവരാജ്യ അനുഭവം നമ്മിൽ നടത്തുന്നത് നാമല്ല, ദൈവം തന്നെയാണ്. നമ്മുടെ പ്രയത്നങ്ങൾ വിത്തുകളായി നമുക്ക് കണക്കാക്കാമെങ്കിൽ ആ പ്രയത്നങ്ങളെ ദൈവരാജ്യത്തിൻ്റെ ഫലമുള്ളതാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയും ഇടപെടലുമാണ്. അതുകൊണ്ട് നാം വേല ചെയ്യുക. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വേല ചെയ്തതിന് ശേഷം ഞാൻ അർത്ഥശൂന്യരായ ദാസനാണ് എന്ന ഭാവേനെ നമ്മൾ മാറി നിൽക്കുക. അത് ഫലമുള്ളതാക്കി തീർക്കുന്നത് ദൈവം തന്നെയാണ്. വചനം പറയും, അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ഒരധ്വാനവും അവൻ അതിനുവേണ്ടി നടത്തുന്നില്ല, വിത്ത് വിതച്ചതല്ലാതെ. നമ്മുടെ അധ്വാനങ്ങൾക്ക് ശേഷം ദൈവം നമ്മിൽ ഇടപെടുവാൻ വേണ്ടി നാം നിഷ്ക്രിയമാകുന്ന പ്രാർത്ഥനാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിക്കുന്നത് ദൈവം തന്നെയാണ്. അതിനുവേണ്ടി നാം ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്ക്രിയരാകേണ്ടതുണ്ട്. ഇതിൻ്റെ 2-ാം തലം ഘട്ടമായുള്ള വളർച്ചയാണ്. ആദ്യമില്ല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി സ്വയമേവ ഫലം പുറപ്പെടുവിക്കുന്നു. 3-ാമതായി, കടുകുമണിയുടെ ഉപമ. മത്തായി സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും മാന്ത്രികമായി മരമായി മാറുന്ന കുറ്റിച്ചെടിയുടെ അഥവാ കടുകുമണിയുടെ പ്രതിച്ഛായയിൽ നിന്നും വ്യത്യസ്തമായി മർക്കോസിന്റെ സുവിശേഷത്തിൽ ചെടി കടുകുചെടിയായി തന്നെ തുടരുന്നു. ദൈവരാജ്യ സത്യത്തെ ഏറ്റവും സുന്ദരമായി കർത്താവ് വ്യാഖ്യാനിക്കുന്ന ഉപമയാണ് കടുകുമണിയുടെ ഉപമ. മനുഷ്യന് സാധ്യമാകുന്ന ചെറിയ വിത്തിൻ്റെ വിതയ്ക്കലും ചെറിയ വിത്ത് ചെറിയ ചെടിയായി തന്നെ വളരുന്ന സാധാരണത്വത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ വലിയ സത്യങ്ങൾ ഈ ഭൂമിയിൽ ദൈവത്തിന് നൽകുവാനാകും എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ ചെറിയ മരം വലിയ ദൗത്യങ്ങൾ പേറുന്നത്. വചനം പറയും, പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംക്കാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെക്കാളും വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സ്വഭാവം മറ്റ് ജീവികൾക്ക്, മറ്റ് വ്യക്തികൾക്ക് ചേക്കേറുവാൻ പാകത്തിന് നീ ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറുന്നു എന്നതാണ്.
മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആശ്വാസത്തിന്റെ ഇടമായി നീ മാറുന്നതാണ് ദൈവരാജ്യ അനുഭവം. നാം ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നാം അറിയാതെ നാം ദൈവരാജ്യത്തിന്റെ വക്താവായി മാറുന്നു എന്നതാണ് ഇതിന്റെ സാരം. പ്രിയരെ, നമുക്ക് ദൈവം നൽകിയ ചെറിയ ചെറിയ സാധ്യതകളെ ദൈവ അനുഗ്രഹത്തിന്റെ, ദൈവരാജ്യ അനുഭവങ്ങളായി മാറുവാൻ ദൈവത്തിന്റെ മുൻപിലേക്ക് പ്രദാനം ചെയ്യാം. അതുവഴി മറ്റുള്ളവർക്ക് അനുഗ്രഹവും ദൈവത്തിന്റെ ദൈവരാജ്യ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കുകയും നൽകുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.